അപ്പം നമ്മൾ അതിരപ്പള്ളി ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഓണം പ്രമാണിച്ചിട്ട് ഉറിയടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കല അവിടെ പൊട്ടിക്കാണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞങ്ങളത് കൊടുന്ന് കെട്ടിയിട്ട് എല്ലാവരും കൂടി കളിച്ചു കേട്ടോ. പലരും പല സ്ഥലത്ത് പോയിട്ട് തന്നെയാണ് അടിക്കണത്. കാരണം കണ്ണ് കെട്ടിയ ഒന്നും കാണില്ലല്ലോ, എളുപ്പമല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫ്രഷൊക്കെ ആയി സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് എന്താണ് ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ അങ്ങനെ പിറ്റേ ദിവസമായി ഞങ്ങൾ കാലത്ത് എണീറ്റ് ഞാൻ കുളിച്ചിട്ടില്ല, ബാക്കിയെല്ലാവരും കുളിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞും കുളി കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നേരത്തെ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ വേഗം വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ജിമ്മുണ്ടായിരുന്നു കേട്ടോ അവിടെ, അതിലൊക്കെ കയറി എല്ലാവരും ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്തു. പിന്നെ അവിടെ ഞങ്ങൾ അതിരപ്പള്ളി അവിടെ പുഴയിലേക്ക് പോവാണ് കേട്ടോ. സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അവിടെ പോണ വഴിയിൽ ഒരു റിസോർട്ട് ഉണ്ട്. അപ്പോൾ അടിപൊളി റിസോർട്ട്, അടിപൊളിയുണ്ട്. അവിടെ ഞങ്ങൾ റൂം ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ, ചോദിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പിള്ളേരൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ അർമാദിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വരികയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. റൂമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ബില്ല് പേ ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരികയാണ്. ഇനി നമ്മൾ നേരെ പോണത് വാഴച്ചാല് കാണാനാണ് കേട്ടോ. നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ, തിരക്കിൻ്റെ തിരക്കാണ്. പിന്നെ സൺഡേ ഇല്ലായിരുന്നു. പിന്നെ മൺഡേ എല്ലാവർക്കും സ്കൂൾ തുറക്കണ എല്ലാവരും അതിരപ്പള്ളിക്ക് വന്നിട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, എല്ലാവരും കൂടി നടക്കുകയാണ്. നടക്കലാണ് സഹിക്കാൻ പറ്റാത്തത്, നടന്ന് വയ്യാണ്ടാവും. പിന്നെ ചൂടല്ലേ, അതുകൊണ്ട് വെള്ളം അങ്ങനെ ഒഴുകി വരും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എവിടുന്നാ അത് വരുന്നതെന്ന് വിചാരിക്കും അതേമാണ്. പിന്നെ ഞാനും തന്നു കൂടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ടേ വയ്യാന്നിട്ട് നടത്തിയിരുന്നു. പിന്നെ ഞാൻ കൈ പിടിച്ചിട്ട് നടത്തിച്ചു തന്നിട്ടാണ്. അവിടെ ഞാൻ തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന വഴിയിലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയതാട്ടോ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു അവിടെ എടുക്കുമ്പോൾ. അവിടെയും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി പാർക്കിങ് എളുപ്പമല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന വഴിയിലുണ്ട്, ആനേനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് കണ്ട് ആന അവിടെ വരുന്ന വഴിയിൽ ആൾക്കാർ റൂട്ടിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ആനേനെ കണ്ടിട്ടാണെന്ന്. ഇത് ഒരു ആനയല്ല കേട്ടോ, ആ കാടിൻ്റെ ഉള്ളിൽ ഒരു ആനയും കൂടി നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് കിടന്ന് നടക്കുന്നത് കാണാണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ബൈ.